Hi friends, അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നന്നായി എഴുതിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇന്നത്തെ ഈ സെഷനിൽ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയും ആൻസർ കീയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയുള്ള അനാലിസിസ് ഈ ഒരു സെഷനിൽ ചെയ്യുന്നില്ല, നമുക്ക് വഴിയെ ചെയ്യാം. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. 71ാമത്തെ ചോദ്യം എന്താണ്? വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ഓപ്ഷൻ എ ഹിസ്, ഓപ്ഷൻ ബി ദെയർ, ഓപ്ഷൻ സി വൺസ്, ഓപ്ഷൻ ഡി ഹെർ. എന്താണ് ആൻസർ? വൺസ് ആണല്ലേ. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. 72ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. എന്താണ്? അക്വിറ്റൻസിൻ്റെ ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 73 ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദി ആൻസർ. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ ഡാഷ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. QPRS ആണ്. അതായത് വിച്ച് ഹാഡ് വൺ ലെഗ് മിസ്സിംഗ്, ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ് ഹൂ ഈസ് നൗ ഇംപവർണിഷ്ഡ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രൗഡ്. 74ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോവിങ്. Rising air temperature dash the physical nature of our oceans. Option A transform, option B induce, option C affect, option D modify. എന്താണ്? affect ആണല്ലേ. Rising air temperature affect the physical nature of our ocean. അടുത്തത് 75ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദി സിനോണിം ഫോർ വെനറേറ്റ്. എന്താണ്? ഓപ്ഷൻ എ റെസ്പെക്ട്, ഓപ്ഷൻ ബി ഡിഫെയിം, ഓപ്ഷൻ സി അബ്യൂസ്, ഓപ്ഷൻ ഡി അക്യൂസ്. എന്താണ്? റെസ്പെക്റ്റ് ആണല്ലേ. ഓപ്ഷൻ എ. 76ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദി ആൻറ്റോണിം ഓഫ് എമാസിയേഷൻ. എന്താണ്? ഇൻവഗറേഷൻ അല്ലേ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 77ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദി പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. എന്താണ്? ഓപ്ഷൻ എ സ്കാം ആൻഡ് ക്ലാരിറ്റി, ഓപ്ഷൻ ബി അബേറ്റ്മെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്, ഓപ്ഷൻ സി ഡേഞ്ചറസ് ആൻഡ് അഡ്യൂക്കേറ്റ്, ഓപ്ഷൻ ഡി മഡിൽഡ് ആൻഡ് അൺക്ലിയർ. എന്താണ്? മഡിൽഡ് ആൻഡ് അൺക്ലിയർ ആണല്ലേ. 77 ഓപ്ഷൻ ഡി. 78ാമത്തെ ചോദ്യം എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കാൾഡ്. എന്താണ്? നിംബസ് ആണല്ലേ ആൻസർ. ഓപ്ഷൻ ബി നിംബസ്. 79ാമത്തെ ചോദ്യം നോക്കാം. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ്. എന്താണ്? ഓപ്ഷൻ എ പിൻ പോയിൻറ്റ് ദ ഫോൾട്സ് ഓഫ് അതേഴ്സ്, ഓപ്ഷൻ ബി ടു ടേക്ക് റിവെഞ്ച്, ഓപ്ഷൻ സി ടു മേക്ക് അൺറീസണബിൾ ഡിമാൻഡ്സ്, ഓപ്ഷൻ ഡി ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. 80ാമത്തെ ചോദ്യം നോക്കാം. ഐ ഡാഷ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നോ. നോ ആണല്ലേ. അപ്പോൾ ഐ ആം ഗോയിങ് ആണ്. ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നോ. ഓപ്ഷൻ ബി ആണല്ലേ. 81ാമത്തെ ചോദ്യം നോക്കാം. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. എന്താണ്? കോസ്റ്റ്ലി ദാനാണോ, കോസ്റ്റ്ലിയസ്റ്റ് ആണോ, കോസ്റ്റ്ലിയർ ദാനാണോ, മോസ്റ്റ് കോസ്റ്റ്ലി ദാനാണോ? ഓപ്ഷൻ സി ആണല്ലേ. കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് എന്നാണ് വരിക. 82 ഇതാണ്. ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വെയർ പുട്ട് ബിഫോർ ഹെർ. എന്താണ്? ഓപ്ഷൻ എ ടു, ഓപ്ഷൻ ബി വിത്ത്, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി ബൈ. ഷീ എഗ്രീസ് ടു ആണല്ലേ. ഓപ്ഷൻ എ. 83ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദി മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഡിസ്പൈറ്റ് ബീയിങ് ദി ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദി ഡാഷ്. എന്താണ്? സിൻസിയർ ആൻഡ് ലിമിറ്റേഷൻ, വൾണറബിൾ ആൻഡ് പവേഴ്സ്, അതോറിറ്റേറ്റീവ് ആൻഡ് ലീഗാലിറ്റീസ്, ഡോമിനൻറ്റ് ആൻഡ് അഡ്വാൻറ്റേജസ്. എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഡോമിനൻറ്റ് ആൻഡ് അഡ്വാൻറ്റേജസ്. 84ാമത്തെ ചോദ്യം വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദി ഫംഗ്ഷൻ. ഈസ് ആണോ, ആറാണോ, വില്ലാണോ, ഹാർഡാണോ? ഈസ് ടു ബി പ്രസൻറ്റ് ആണല്ലേ. ഓപ്ഷൻ എ. 85ാമത്തെ ചോദ്യം നോക്കാം. നോ സൂണർ ഹാഡ് ഷീ എൻറ്റേർഡ് ദ റൂം ഡാഷ് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. വെൻ ദി ലൈറ്റ്സ് വെൻ്റ് ഔട്ട് ആണോ, then the lights went out ആണോ, and the lights went out ആണോ, than the lights went out ആണോ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. നോ സൂണർ ഹാഡ് ദാൻ ദ ലൈറ്റ് വെൻ്റ് ഔട്ട് ആണ് അല്ലേ. നോ സൂണർ വന്നുകൊണ്ട് ദാൻ ആണ് അല്ലേ. ഓക്കെ. 86ാമത്തെ ചോദ്യം വി മെറ്റ് ഹെർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. എന്താണ്? ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച് ആണ് അല്ലേ. ഓപ്ഷൻ ബി ഹാഡ് ഗിവൺ. 87ാമത്തെ ചോദ്യം നോക്കാം. ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിങ്സ്. ഓപ്ഷൻ എ സീംഡ് ഡിസ്ലൈക്കിംഗ്, ഓപ്ഷൻ ബി സീംഡ് ടു ഹാവ് ഡിസ്ലൈക്കിംഗ്, ഓപ്ഷൻ സി സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ്, ഓപ്ഷൻ ഡി സീംഡ് ടു ബി ഡിസ്ലൈക്ഡ്. എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ. സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ്. ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിംഗ് ബട്ട് ദേ സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിങ്സ്. ഓക്കെ. 88ാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ്. ഐ തിങ്ക് ഹിം ആസ് എ സില്ലി ബോയ്. ശരിയാണോ? അല്ല. ഓപ്ഷൻ ബി ഐ തിങ്ക് ഹിം ആസ് ടു ബി എ സില്ലി ബോയ്. തെറ്റാണ്. ഓപ്ഷൻ സി ഐ തിങ്ക് ടു ബി ഹിം ആസ് എ സില്ലി ബോയ്. തെറ്റാണ്. ഓപ്ഷൻ ഡി ഐ തിങ്ക് ഹിം എ സില്ലി ബോയ് എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഐ തിങ്ക് ഹിം എ സില്ലി ബോയ്.
അടുത്ത നോക്കാം, ഓർണിത്തോളജി മീൻസ്. ഓർണിത്തോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണല്ലേ. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ബേർഡ്സ്. 90ാമത്തെ ചോദ്യം, സെലക്ട് ദി ആൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേറ്റ്ഫുൾ ഫ്രം ദി ഫോളോവിങ്. ഓപ്ഷൻ എ നോട്ട് ഡെലീഷ്യസ്, ഓപ്ഷൻ ബി അൺപ്ലസൻറ്റ്, ഓപ്ഷൻ സി ടേസ്റ്റ്ലെസ്, ഓപ്ഷൻ ഡി യൂസ്ലെസ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്നുള്ളതാണ്. 91 മുതൽ 100 വരെയുള്ളത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം, ആരോഗ്യ ശരീരം. ഏതാണ്? ഓപ്ഷൻ എ ആണോ ശരി ഉത്തരം? അല്ല, ഓപ്ഷൻ ബി ആണല്ലേ. ആരോഗ്യ ശരീരം എന്നുള്ളതാണ് ശരി ഉത്തരം. നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആരോഗ്യ ശരീരം എന്ന് പറയുമെങ്കിലും ശരിയായ പദം എന്ന് പറയുന്നത് ആരോഗ്യ ശരീരം എന്നുള്ളതാണ്. 92ാമത്തെ ചോദ്യം നോക്കാം. പോട്ടെ പ്ലസ് അവൻ എന്നുള്ളത് ചേർത്ത് എഴുതിയാൽ പോട്ടവൻ, പോട്ടേയവൻ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. 1 മാത്രം, 2 മാത്രം, 1ഉം 2ഉം ശരി, എല്ലാം തെറ്റ്. എന്താണ് ഇവിടെ? പോട്ടേയവൻ എന്നുള്ളതും പോട്ടവൻ എന്നുള്ളതും ശരിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. 93ാമത്തെ ചോദ്യം പിരിച്ചെഴുതുക. കാട്ടിനേൻ എന്നുള്ളതാണ്. കാട്ടിനേൻ പിരിച്ചെഴുതിയാൽ എന്താണ്? കാട്ടി പ്ലസ് ഏൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 94, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി വർത്തിക്കണം. തെറ്റാണ്. ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഓപ്ഷൻ സി ഭാരതീയർ എല്ലാവരും സ്നേഹോദാര ഭാവത്തോടുകൂടി വർത്തിക്കണം. ഓപ്ഷൻ ഡി ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദാര ഭാവത്തോടുകൂടി വർത്തിക്കണം. എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. അടുത്ത ചോദ്യം നോക്കാം. 95, നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക എന്നാണ്. ഓപ്ഷൻ എ നമ്മുടെ ഭാഗത്തു നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. ഓപ്ഷൻ ബി നമ്മുടെ ഭാഗത്തു നിന്ന് പ്രവൃത്തിയെടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല. ഓപ്ഷൻ സി നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. ഓപ്ഷൻ ഡി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഓപ്ഷൻ ഡി ആണ് അല്ലേ. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അടുത്ത ചോദ്യം 96, തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. മധുബ്രം, മധുപം, മധ്വകം, മധൂലി എന്നുള്ളതാണ്. മധുബ്രം, മധുപം, മധ്വകം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വണ്ട്, ഈ തേൻ കുടിക്കുന്ന ജീവി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കാം. 97ാമത്തെ ചോദ്യം, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ഓപ്ഷൻ ബി മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഓപ്ഷൻ സി അമ്മയോട് കൂടി മരിക്കുകയും വേണം, അച്ഛനോട് കൂടി ഇരിക്കുകയും വേണം. ഓപ്ഷൻ ഡി പാല് കൊടുത്ത കയ്യിന് തന്നെ കൊത്തു കിട്ടുക. എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ. മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. 98, എതിർലിംഗം എടുത്തെഴുതുക. എതിർലിംഗം എഴുതുക. എന്താണ്? ചെട്ടിച്ച്. ചെട്ടിയാണോ, ചെട്ടായാണോ, ചെട്ടൻ ആണോ, ചെട്ടിച്ചനാണോ? ഓപ്ഷൻ എ ചെട്ടിയാണല്ലേ. ചെട്ടിയാർ അല്ലെങ്കിൽ ചെട്ടി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 99, മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക എന്നാണ്. ഓപ്ഷൻ എ പീതാംബരൻ, ഓപ്ഷൻ ബി പീതാംബരൻ, ഓപ്ഷൻ സി ശ്വേതാംബരൻ, ഓപ്ഷൻ ഡി ഹരിതാംബരൻ. എന്താണ്? ഇതിൽ പീതാംബരനാണല്ലേ മഞ്ഞപ്പട്ടുടുത്തവൻ. അതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, പീതാംബരൻ. അതായത് മഞ്ഞ പട്ടുടുത്തവൻ, അതായത് കൃഷ്ണൻ എന്നൊക്കെ അർത്ഥം വരുന്ന പീതാംബരൻ എന്നതാണ് ശരിയായ അർത്ഥം. അവസാനത്തെ ചോദ്യം ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. 1 ഉറപ്പ്, 2 സ്ഥൈര്യം, 3ാമത്തെ തിടുക്കം, 4 വേഗം. നമുക്കറിയാം ധൃതി എന്ന് പറയുമ്പോൾ തിടുക്കവും വേഗവും ശരി ഉത്തരമാണ്. ഉറപ്പും സ്ഥൈര്യം എന്ന് പറഞ്ഞാലും ഉറപ്പ് അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന എന്നൊക്കെയാണ് അർത്ഥം. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഇതിലേതെങ്കിലും ചോദ്യത്തിൽ സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യത്തിൽ ഇതല്ല ശരി ഉത്തരം മറ്റൊന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് തിരുത്താം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിനും LDCക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർ മലയാളം ക്ലാസ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഒപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും PYQ അല്ലെങ്കിൽ റിലേറ്റഡ് MCQ ക്വസ്റ്റ്യൻസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ജോയിൻ ചെയ്യുക. താങ്ക്